സ്തുതി പാടുക നാം മർത്യന്, സ്തുതി പാടുക നാം. അയൽപക്കത്തെ അരവയ നിറയ പെണ്ണിന് പെരുവയറേകും മർത്യന് സ്തുതി പാടുക നാം എന്ന് അയ്യപ്പോഴെങ്കിലും പറഞ്ഞ പോലെ നമ്മൾ സ്തുതിപാഠകരായി മാറിയിരിക്കുമ്പോഴാണ് ബഹുമാന്യനായ അക്ഷരത്തിന്റെ തമ്പുരാൻ, പ്രഭാഷണ കലയുടെ കുലപതി, അദ്ദേഹത്തിന്റെ ആ വിടവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിശബ്ദരായിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു അഴീക്കോട് മാഷ്. വേരില്ലാതൊരു വൃക്ഷവും നേരില്ലാതൊരു സംസ്കാരവും സത്യം മറച്ചുകൊണ്ടിരിക്കുന്ന അല്പത്വം എത്ര ഇരട്ടുകൾ തീർത്താലും തൊട്ടടുത്തുണ്ടാകും ഉദയത്തിന്റെ ഉജ്ജ്വല രശ്മികൾക്കുള്ളിലൊരു ആദിത്യൻ വരാട്ടി നിൽപ്പതേക്കാളും അഭിമാന കാലിന്മേൽ നിൽപ്പതാണ് ആണത്വം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അഴീക്കോട് മാഷ്. അദ്ദേഹം ഇവിടെ ചാരി നിന്നില്ല. ചാരി എന്നെങ്കിൽ അദ്ദേഹം താരമായത്. ചാരി എന്നാൽ നിന്നെ താരമാക്കാം അല്ലെങ്കിൽ ചാരമാക്കും എന്ന് പറഞ്ഞാലും നട്ടലോടെ നിവർന്നു നിന്ന മനുഷ്യൻ. ചാരി നിന്ന് വളരുവാനായി വെറും 4 പോലുള്ള വേര് മാത്രം മതി. നേരെ നിന്ന് വളരുവാൻ നിങ്ങളുടെ വേര് നേരുപോൽ കീഴ്പോട്ട് പായണം. എത്ര പേരോട് ഉയർന്നു പൊങ്ങുമ്പോഴും അത്ര കീഴ്പോട്ട് വേര് പായിക്കണം. നിത്യമായി നീ ഉയർന്നു നിൽക്കുമ്പോഴും സത്യം എപ്പോഴും കാണാമറയത്ത്. അക്ഷരത്തിന് ക്ഷരമില്ല, അത് ഗുരു നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും നോക്കി നീ വാക്ക് ഈശ്വരനാണ്. അതാണ് ഇന്നും അഴീക്കോട് മാഷ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു, മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് ശബ്ദിച്ചേനെ, രാജാവേ നിങ്ങൾ തുണി ഉടുത്തിട്ടില്ല, ഇത് വിളിച്ചു പറയാൻ നമുക്ക് ഭയപ്പാടാണ്. അനുനയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അരിവാളെടുക്കുക, അരിയെ വാളുകൊണ്ട് നേരിടുക. പറ്റിയാൻ ചുറ്റിയോ കൊണ്ട് അല്ല, ചെടിച്ചട്ടി കൊണ്ട് അവന്റെ നെറുകയിൽ തന്നെ നക്ഷത്രവും കാണിച്ചു കൊടുക്കുക. പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് പ്രസ്ഥാനങ്ങളെല്ലാം അകന്നു പോകുമ്പോൾ ഇതിന് നേരെ വിരൽ ചൂണ്ടാൻ ആളില്ലാത്ത ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ സുകുമാർ അഴീക്കോട് മാഷ് എന്റെ നാട്ടിൽ വരുമ്പോ, എന്റെ സ്കൂളിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ അങ്ങെന്താണ് വോട്ട് ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പാർട്ടിയിലായിരുന്നു, ജീവിച്ചു മരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ ആ പാർട്ടി അതിനു മുമ്പേ മരിച്ചു പോയല്ലോ. വല്ലാത്ത പ്രയോഗമാണ്. ഇന്ന് ആ പാർട്ടി നാഥനില്ലാതെ അടക്കിയാണ്, അവസാന വാക്കില്ലാതെ അടക്കിയാണ്. ഇവിടെയാണ് സുകുമാർ അഴീക്കോട് എന്ന ആ വലിയ മനുഷ്യന്റെ പ്രസക്തി. എന്റെ ഒരു നഗരം, എന്റെ ചുടലപ്പറമ്പിനെ തുടർന്നുള്ള ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇരുന്ന ജീവന്റെ അടയിൽ നിന്നും ആത്മാക്കൾ ഇണചേർന്ന അദ്വൈത പത്മമുണ്ടായി വരും. അതിലെന്റെ കനവിന്റെ നിറവും പരാഗങ്ങളും അനുരൂപമാർ നടയിരിക്കും. അതിനുള്ളിൽ ഒരു കൽപ്പതമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവരുയർത്തും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.